ഇനി എന്താണ് നെക്സ്റ്റ്? ദ റിലേഷൻ ബിറ്റ്വീൻ ദ സ്പീഡ് ഓഫ് വേവ് ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. ഞാൻ ഇപ്പോൾ എടുക്കുന്ന SLCയിലെ ഫിസിക്സ് ആണ് കേട്ടോ. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ സ്പീഡ് വേവിൻ്റെ ബാക്കി ഭാഗം അല്ലേ. അപ്പോൾ ദ റിലേഷൻ ബിറ്റ്വീൻ ദ സ്പീഡ് ഓഫ് വേവ് ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് എന്താണ്? ആ സ്പീഡ് ഓഫ് വേവിൻ്റെ സ്പീഡും ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള എന്താണ്? ആ ബന്ധമാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. അനലൈസ് ഫിഗർ 1.15 ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. എന്താണ് ഈ 115 എന്ന് പറഞ്ഞാൽ ഈ ഫിഗർ വിശകലനം ചെയ്തിട്ട് എന്താണ് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ലാംഡ? ലാംഡൻ്റെ വേവ് ലെങ്ത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ലാംഡൻ്റെ വേവ് ലെങ്ത് ഇവിടുന്ന് മുതൽ ഇവിടം വരെ അല്ലേ. അപ്പോൾ എത്രയാണ്? 2 ആണ് അല്ലേ. 2 മീറ്റർ അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കിയേ. ഇഫ് ദ വേവ് ടേക്സ് 1 സെക്കൻഡ് ടു റീച്ച് എ ഫ്രം O, വാട്ട് ഇസ് ദ ഫ്രീക്വൻസി F? എന്താണ്? ഓയിൽ നിന്ന് O അല്ലേ. ഓയിൽ നിന്ന് എയിലെത്താൻ ഏതാ അവിടെ അല്ലേ. അപ്പോൾ ഓയിൽ നിന്ന് എയിലെത്താൻ എന്താണ് 1 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ 1 സെക്കൻഡാണ്. ഓയിൽ നിന്ന് എയിലേക്ക് എത്താൻ എന്താണ് 1 സെക്കൻഡാണ് അല്ലേ. അങ്ങനെ 1 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ എന്താണ് ഈ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. വാട്ട് ഇസ് എ ഫ്രീക്വൻസി എന്ന്. അപ്പോൾ ഓയിൽ നിന്ന് എയിലെത്താൻ 1 സെക്കൻഡ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്ത് ഇവിടെ നോക്കിയാൽ എത്ര ഇത് വരുന്നത് നോക്കിയേ. 1 2 ഇവിടെ എത്തുമ്പോൾ 2 അല്ലേ. പിന്നെ ഇവിടെ എത്തുമ്പോൾ 3 അല്ലേ. ഒരു ഇത് വരുന്നത് എങ്ങനെയാണ് 1 അല്ലേ. 2 വരെ 1 വരും. പിന്നെ ഇതൊന്ന് കംപ്ലീറ്റ് ആകാൻ എന്താ 4 അല്ലേ. അടുത്ത 2 പിന്നെ അത് കംപ്ലീറ്റ് ആകാൻ 6 അല്ലേ. അപ്പോൾ 3 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് അറിയാം? 3 ഹേർട്സ് കേട്ടോ. അപ്പോൾ 3 ഹേർട്സ് ആണ് അല്ലേ. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താ? അപ്പോൾ എന്താണ് 1 സെക്കൻഡിൽ വേവ് ട്രാവൽ ചെയ്ത സ്പീഡാണെന്ത്? ട്രാവൽ ചെയ്ത എന്താ ഡിസ്റ്റൻസ് ആണെന്ത്? ഈ സ്പീഡ് ഓഫ് വേവ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് വേവ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയ 1 സെക്കൻഡ് നമ്മളിവിടെ പറഞ്ഞില്ലേ 1 സെക്കൻഡ്. അപ്പോൾ ഇവിടുന്ന് മുതൽ 1 എയിലേക്ക് വരെയാണ് എന്ത് 1 സെക്കൻഡ് എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ദൂരം എത്രയാണ്? 0 1 2 3 4 5 6 ഇവിടെ വരെ എ വരെ എന്താണ് 6 ആണ് അല്ലേ. അപ്പോൾ എന്താ നമുക്ക് കൊടുക്കുക? 6 മീറ്ററിന് കൊടുക്കുക അല്ലേ. അപ്പോൾ നമുക്ക് 6 മീറ്ററിന് കിട്ടി. നെക്സ്റ്റ് എന്താ? ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ വേവ് ലെങ്ത് ഫ്രീക്വൻസി ആൻഡ് സ്പീഡ് ഓഫ് എ വേവ്. അപ്പോൾ എന്താണ് ഈ വേവ് ലെങ്ത്തിൻ്റെയും ഫ്രീക്വൻസിയുടെയും സ്പീഡ് ഓഫ് വേവിൻ്റെയും ഇവ തമ്മിലുള്ള എന്താണ് റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം? എന്താണ്? സ്പീഡ് ഓഫ് എ വേവ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി അല്ലേ. എന്താണ് ഈ വേവ് ലെങ്ത്തിൻ്റെയും ഫ്രീക്വൻസിൻ്റെയും പ്രോഡക്റ്റ് ആണ് എന്ത്? സ്പീഡ് ഓഫ് എ വേവ് അല്ലേ. ഇത് പഠിക്കാനുള്ളതാണ്. സ്പീഡ് ഓഫ് എ വേവ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് അല്ലേ. ദാറ്റ് ഈസ് V. സ്പീഡ് ഓഫ് എ വേവ് എന്ന് പറഞ്ഞാൽ V ആണ് അല്ലേ ഡിനോട്ട് ചെയ്യുന്നത്. V ഈക്വൽ ടു ഫ്രീക്വൻസി F അല്ലേ. F ഇൻറ്റു ലാംഡ. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്. ഓക്കെ. അപ്പോൾ V ഈസ് ഈക്വൽ ടു F ലാംഡ. ഇത് നിങ്ങൾ എന്താക്കുക? ഫിസിക്സിൻ്റെ ഒരു ചെറിയൊരു എന്താണ് ഒരു നോട്ട് എടുക്കണം. എന്നിട്ട് എന്താക്കുക? നമുക്ക് എക്സാമിലേക്ക് മാർച്ച് എക്സാമിലേക്ക് നിങ്ങൾക്ക് എന്താക്കണം? പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി എന്താക്കുക? ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ എന്താക്കുക? ചെറിയൊരു ബുക്കിൽ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ സ്പീഡ് ഓഫ് എ വേവ് ഈസ് ഈക്വൽ ടു എന്താണ്? ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ദാറ്റ് ഈസ് എന്താ? V ഈസ് ഈക്വൽ ടു F ലാംഡ. ഓക്കെ. ഈ ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് ഇത് ചെയ്യാനുണ്ടാവും. എന്ത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പഠിക്കുക. നെക്സ്റ്റ് എന്താ നോക്കൂ. ദ സ്റ്റേറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ എ വേവ് at a particular time is depicted in the figure. എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ. ഈ വേവിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ ഒരു പ്രത്യേക സമയത്തെ അവസ്ഥയാണ് എന്ത് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലേ. എന്താണ് ഈ വേവിലെ പാർട്ടിക്കിൾസിൻ്റെ ഒരു പ്രത്യേക സമയത്തെ എന്താണ് സ്റ്റേറ്റ് ആണ് ഇവിടെ എന്താക്കുന്നിരിക്കുന്നത്? ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു അവസ്ഥയാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. കണ്ടോ? അങ്ങനെയാണ്. ഹൗ മെനി ക്രസ്റ്റ് ആർ ദർ ഇൻ ദ ഫിഗർ. നമ്മൾ ക്രസ്റ്റും ട്രഫൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് എത്ര ക്രസ്റ്റ് ഇതിലുണ്ട് എന്ന് പറഞ്ഞേ. അതുപോലെ ഹൗ മെനി ട്രഫ്സ് ആർ ദർ, വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ചോദിച്ചിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പറഞ്ഞേ എത്രയാണ് ക്രസ്റ്റ് ഉള്ളത്? ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതാ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ഇത് അല്ലേ. അപ്പോൾ എത്രയാ? 1 2 3 അല്ലേ. അപ്പോൾ 3 എണ്ണമാണ് എന്ത് ക്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താക്കുക? അവിടെ ക്രസ്റ്റ് എന്നുള്ളത് എന്താക്കുക? 3 എന്ന് കൊടുക്കുക അല്ലേ. ക്രസ്റ്റ് ഏതാണെന്ന് മനസ്സിലായല്ലോ. ദാ ഇവിടെ ഇത് 1 ഇത് അല്ലേ.
ക്രസ്റ്റ് എന്ന് പറയുന്നത് 1 ഇത് 2 ഇത് 3 ഇത് അല്ലേ. അപ്പോൾ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അപ്പോൾ ക്രസ്റ്റ് 3 എന്ന് കൊടുക്കുക. ഇനി ഹൗ മെനി ട്രഫ്സ് ആർ ദർ, ഏതൊക്കെയാണ് ട്രഫ്സ് എന്ന് പറയുന്നത്? ഇനി ട്രഫ്സ് എന്ന് പറഞ്ഞാൽ ഈ താഴെ ഉള്ളത് അല്ലേ. അപ്പോൾ എന്താണ് ഇത് കൊടുക്കുക, ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഇത് അല്ലേ, 1 ഇത് 2 ഇത് 3 ഇത് അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് ട്രഫ് എത്രയാണ്? 3 എണ്ണം അല്ലേ. ക്രസ്റ്റ് 3 എണ്ണം, ട്രഫ് 3 എണ്ണം. ഓക്കെ, ഹൗ മെനി ട്രഫ്സ് ആർ ദർ? 3 അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ? വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. വേവ് ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വേവ് ലെങ്ത് എത്രയാണ്? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇവിടം വരെ അല്ലേ, 8 അല്ലേ. അപ്പോൾ എത്രയാണ് നമുക്ക് പറയാം? 8 മീറ്റർ എന്ന് പറയാം അല്ലേ. ഓക്കെ, 8 മീറ്റർ എന്ന് എഴുതാം നമുക്കിവിടെ അല്ലേ. അപ്പം 8 മീറ്റർ. ഓക്കെ, അപ്പോൾ വേവ് ലെങ്ത് എങ്ങനെയാണ്? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുന്നത് അല്ലേ. ഇവിടുന്ന് കംപ്ലീറ്റ് ആവുന്ന എത്ര? 8 അല്ലേ. അതുപോലെ എന്താണ് ഇവിടുന്ന് വേണമെങ്കിൽ ഇവിടുന്ന് എടുക്കുക അല്ലേ. 8 to 16 അല്ലേ. അപ്പോൾ 16 - 8 എന്താണ്? 8 തന്നെ അല്ലേ. അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇവിടുന്ന് മുതൽ ഇവിടെ വരെ എടുക്കുകയാണെങ്കിൽ എന്താണ്? 24 - 16 എത്രയാണ്? 8 അല്ലേ. അപ്പോൾ എവിടുന്ന് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എടുക്കാം, തെറ്റിക്കാതൊക്കെ അല്ലേ. അപ്പോൾ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ 8 വരെ ആണെങ്കിൽ 8 നിങ്ങൾ എടുത്താൽ മതി, 8 മീറ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? ഈസ് ദ ഫ്രീക്വൻസി ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 350 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദ എയർ ഈസ് 35 ഹെർട്സ്. അപ്പോൾ നമ്മളെ ചോദ്യം എന്താണ്? ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് എ 350 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദ എയർ ഇൻ 35 ഹെർട്സ് അല്ലേ. അപ്പോൾ എന്താണ്? വായുവിൽ 350 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഫ്രീക്വൻസി എത്രയാണ്? 35 ഹെർട്സ് ആണെന്ന് പറഞ്ഞില്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻസ് ഓഫ് ദിസ് വേവ്? എന്താണ് ഈ വേവിൻ്റെ അടുത്തടുത്ത 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻസ് തമ്മിലുള്ള അകലം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് അങ്ങനെ പറഞ്ഞാൽ എന്താ? 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻസ് ഓഫ് ദിസ് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ് ലെങ്ത് എന്താണ് അതിൻ്റെത് ചോദിച്ചെന്താണ്? വേവ് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻസ് ഓഫ് ദിസ് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് കാണേണ്ടത്? വേവ് ലെങ്ത് ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് തന്നത് എന്തൊക്കെയാണ്? സ്പീഡ് തന്നിട്ടുണ്ട് അല്ലേ. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്പീഡ് പറഞ്ഞാൽ ഇവിടെ വി ആണ് അല്ലേ. അപ്പോൾ വി = നമുക്ക് എന്താക്കുക? 350 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ഇവിടെ എഴുതുക. ഓക്കെ, ആദ്യം എഴുതുക. പിന്നെ എന്താണ്? ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 35 ഹെർട്സ്, അതും എഴുതുക. അപ്പോൾ തന്നത് ആദ്യം എടുത്ത് എഴുതിയില്ലേ. ഇനി ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താ അറിയാം? V = F ലാംഡ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്താക്കുക? ഇക്വേഷൻ എഴുതുക. V = F ലാംഡ. ഓക്കെ, V = F ലാംഡ അല്ലേ. ഇനി നമുക്ക് എന്താ ലാംഡ അല്ല കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലാംഡ = എന്താ? V/F. എഫിനെ ഇങ്ങോട്ട് കൊണ്ടുവരും അല്ലേ. ഇൻറ്റു F = പ്രഥമം എന്താ? /F ആവും അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് ലാംഡ = V/F അല്ലേ. ലാംഡ = V/F. അപ്പോൾ ലാംഡ = V/F എന്ന് എഴുതി അല്ലേ. ഇനി എന്താണ്? V എന്താണ്? 350 ആണ് അല്ലേ. അപ്പോൾ 350/F എത്രയാണ്? 35 അല്ലേ. അപ്പോൾ 350/35 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ എന്താണ് വരിക നമുക്ക്? 350/35 എന്ന് പറയും അല്ലേ. എന്താ നമുക്ക് എഴുതാം? = 350 / 35 എത്രയാണ്? 10 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ 10 മീറ്റർ എന്ന് പറയും അല്ലേ. അപ്പോൾ സ്പീഡ് എന്താണ്? സ്പീഡ് ഓഫ് വേവ് ലെങ്ത് എത്രയാണ്? വേവ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 10 മീറ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഫ്രീക്വൻസിയും അതുപോലെ എന്താണ് സ്പീഡും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് വേവ് ലെങ്ത് കാണണമെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കറിയാം എന്താണ് V = F ലാംഡയാണ്. അപ്പോൾ ലാംഡ = V/F എന്ന് എഴുതുക. എന്നിട്ട് വെലോസിറ്റി തന്ന് 350 350/F എന്താണ് 35 തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ 35 എന്ന് എഴുതുക. അപ്പോൾ 350/35 ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും നമുക്ക്? 10 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് വേവ് ലെങ്ത്. നെക്സ്റ്റ് എന്താണ്? വാട്ട് അബൌട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് റെയർഫാക്ഷൻ? എന്താണ് അടുത്തടുത്ത 2 റെയർഫ്രാക്ഷൻ തമ്മിലുള്ള അകലം എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ ആണല്ലേ. മുകളിലുള്ളതും താഴെയുള്ളതും സെയിം തന്നെയാണല്ലേ. അപ്പം എന്താണ് 10 മീറ്റർ തന്നെയാണ് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ എത്രയാണ് റെയർഫ്രാക്ഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? എത്രയാണ്? 10 മീറ്റർ. അപ്പോൾ ഇതന്നെ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? അടുത്ത നോക്കൂ. ഓക്കെ, അപ്പോൾ ഇതും 10 മീറ്റർ തന്നെയാണ്, ഇതും എന്താണ് 10 മീറ്റർ തന്നെ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? എ സൗണ്ട് വേവ് വിത്ത് എ ഫ്രീക്വൻസി ഓഫ് 175 ഹെർട്സ് ഹാസ് എ വേവ് ലെങ്ത് ഓഫ് 2 മീറ്റർ. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് എ സൗണ്ട്. അപ്പോൾ എന്താണ് 175 ഹെർട്സ് ഫ്രീക്വൻസിയുള്ള സൗണ്ട് വേവിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 2 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്പീഡ് ഓഫ് എ സൗണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. V ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താ ഇക്വേഷൻ?
വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ അല്ലേ. അപ്പോൾ അത് ആദ്യം നമുക്ക് എഴുതുക, എന്നിട്ട് തന്നതൊക്കെ എടുത്ത് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താ വി ഈക്വൽ ടു എഫ് ലാംഡ, എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്നത് 175 ഹേർട്സ് ആണല്ലേ അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 175 ഹേർട്സ്. പിന്നെ വേവ് ലെങ്ത് ലാംഡ എത്ര തന്നിരിക്കുന്നത് 2 മീറ്റർ അല്ലേ, അത് എഴുതി. ഈ സ്പീഡ് ഓഫ് സൗണ്ട് അല്ല, അപ്പോൾ വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡ അല്ലേ. അപ്പോൾ വി ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി എന്താണ് 175 അല്ലേ, 175 ഇൻറ്റു ലാംഡ എന്താണ് 2 ആണ് അല്ലേ. അപ്പോൾ 175 ഇൻറ്റു 2 അല്ലേ, 175 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 350 അല്ലേ, ഇസ് ഈക്വൽ ടു 350 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അപ്പം സ്പീഡിൻ്റെ യൂണിറ്റ് എന്താണ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ അത് എഴുതുക കേട്ടോ. ഇപ്പോൾ ഓരോന്നിൻ്റെ യൂണിറ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. വെലോസിറ്റിൻ്റെ എന്താണ്, വെലോസിറ്റിൻ്റെ സ്പീഡിൻ്റെ എന്താണ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ എന്താണ് വേവ് ലെങ്ത്തിൻ്റെ മീറ്റർ ആണ്. പിന്നെ അതുപോലെ എന്താണ് ഫ്രീക്വൻസി ഹേർട്സ് ആണ്. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മളെ സ്പീഡ് ഓഫ് സൗണ്ട് ഇവിടെ എത്രയാണ് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താക്കുക നോട്ടിൽ എഴുതിയെടുക്കുക ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ കേട്ടോ. ആംപ്ലിറ്റ്യൂഡിൻ്റെ എന്താണ് യൂണിറ്റ് എന്താണെന്നുള്ളത് എഴുതുക. ഓരോന്നിൻ്റെ യൂണിറ്റാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എഴുതുക. ആംപ്ലിറ്റ്യൂഡിൻ്റെ എന്താണ് ഡിനോട്ടേഷൻ എന്താണ് സ്മോൾ ലെറ്റർ എ അല്ലേ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്നിട്ട് ബ്രാക്കറ്റിൽ എ എന്ന് കൊടുക്കുക ഇസ് ഈക്വൽ ടു അതിൻ്റെ യൂണിറ്റ് എന്താണ് ആംപ്ലിറ്റ്യൂഡിൻ്റെ യൂണിറ്റ് എം ആണ് കേട്ടോ, മീറ്റർ ആണ് കേട്ടോ. ഓക്കെ, ദെൻ അത് ആംപ്ലിറ്റ്യൂഡ് എഴുതിയല്ല. ഇനി രണ്ടാമത്തത് ടൈം പീരീഡ് ആണ് കേട്ടോ. ടൈം പീരീഡിനെ നമ്മൾ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ് ടി ആണ് അല്ലേ. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് എസ് ആണ് കേട്ടോ, സെക്കൻഡ്. ഓക്കെ, അത് എഴുതിയോ ടൈം പീരീഡ് ടി എസ് എഴുതുക സെക്കൻഡ് യൂണിറ്റ് കേട്ടോ. ഓക്കെ, ടൈം പീരീഡ് എഴുതുക, എന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ ടി എന്ന് എഴുതുക, എന്നിട്ട് ഈക്വൽ ടു അതിൻ്റെ യൂണിറ്റ് എഴുതുക. ഈക്വൽ ടു പറഞ്ഞിട്ട് എന്താണ് സെക്കൻഡ് എസ് എന്ന് എഴുതുക കേട്ടോ. നെക്സ്റ്റ് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി എന്ന് എഴുതുക, എന്നിട്ട് എന്താണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഏതാണ് സ്മോൾ ലെറ്റർ എഫ് ആണ് കേട്ടോ. ഓക്കെ, ഫ്രീക്വൻസി എന്ന് എഴുതുക, എന്നിട്ട് ബ്രാക്കറ്റിൽ എഫ് എന്ന് എഴുതുക, എന്നിട്ട് ഇസ് ഈക്വൽ ടു അതിൻ്റെ യൂണിറ്റ് എന്താണ് ഹേർട്സ് ആണ് കേട്ടോ. HZ കണ്ടോ, HZ ഇതാണ് അല്ലേ, HZ ഇവിടെ കണ്ടില്ലേ HZ, അതാണ് എന്ത് ഡിനോട്ട് ചെയ്യുന്നത് ഹേർട്സ് ഫ്രീക്വൻസിന് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താണ് വേവ് ലെങ്ത്. ഓക്കെ, വേവ് ലെങ്ത്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ് ലാംഡ കേട്ടോ. ഓക്കെ, എന്താ ലാംഡ അല്ലേ. അതിൻ്റെ എന്താണ് യൂണിറ്റ് എന്താണ് മീറ്റർ ആണ് കേട്ടോ, എം ആണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് സ്പീഡ് ഓഫ് എ സൗണ്ട് അല്ലേ. സ്പീഡ് എന്താണ് സ്പീഡ് ഓഫ് എ വേവ് എന്താണ് സ്പീഡ് ഓഫ് എ വേവ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന എന്താണ് സ്മോൾ ലെറ്റർ വി ആണ് അല്ലേ. ഓക്കെ, ഈക്വൽ ടു സ്പീഡ് ഓഫ് എ വേവ് എന്ന് പറഞ്ഞിട്ട് സ്പീഡ് ഓഫ് വേവ് എന്ന് ഡിനോട്ട് ചെയ്യുന്ന ബ്രാക്കറ്റിൽ എഴുതുന്നത് വി ഈക്വൽ ടു എന്താണ് അതിൻ്റെ യൂണിറ്റ് എന്താണ് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് സൗണ്ട് ആൻഡ് ലൈറ്റ്സ് ആർ വേവ്സ്. ലൈറ്റ് റിഫ്ലെക്ട്സ്, ക്യാൻ സൗണ്ട് ഓൾസോ റിഫ്ലക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയ എന്താണ് ആംപ്ലിറ്റ്യൂഡിൻ്റെ യൂണിറ്റും അതുപോലെ എന്താണ് വേവ് ലെങ്ത്തിൻ്റെ യൂണിറ്റും എന്താണ് മീറ്റർ തന്നെയാണ് അല്ലേ, എം തന്നെ. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ പറയുന്നത് നോക്കിയാൽ സൗണ്ട് ആൻഡ് ലൈറ്റ് ആർ വേവ്സ് അല്ലേ. ശബ്ദം ഈ ലൈറ്റും സൗണ്ടും എന്താണ് ഒരു വേവ്സ് ആണ് അല്ലേ. അതുപോലെ ലൈറ്റ് റിഫ്ലക്റ്റ്, പ്രകാശം എന്താണ് പ്രതിഫലിപ്പിക്കുമല്ലോ, റിഫ്ലക്ട് ചെയ്യുമല്ലോ ലൈറ്റ് അല്ലേ. എന്താണ് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും അല്ലേ. അപ്പോൾ ക്യാൻ സൗണ്ട് ഓൾസോ റിഫ്ലക്റ്റ്, സൗണ്ടും അതുപോലെ റിഫ്ലക്ട് ചെയ്യുമോ നമ്മൾ നോക്കാം അല്ലേ. റിഫ്ലക്ഷൻ ഓഫ് എ സൗണ്ട് എന്താന്ന് നമുക്ക് നോക്കാം. ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ അതുപോലെ സൗണ്ട് റിഫ്ലക്ട് ചെയ്യുമോ എന്നാണ് ചോദിച്ചത്. സൗണ്ട് റിഫ്ലക്ട് ചെയ്യുമോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കാം റിഫ്ലക്ഷൻ ഓഫ് എ സൗണ്ട് എന്താണെന്ന് നോക്കാം നമുക്ക്. ഡു സൗണ്ട് വേവ്സ് റിഫ്ലക്ട് വെൻ ദേ ഹിറ്റ് ഒബ്ജക്റ്റ്. ലെറ്റ്സ് സീ എന്താണ് ഈ സൗണ്ട് വേവ് എന്താണ് വസ്തുക്കളെ തട്ടി എന്താ റിഫ്ലക്ട് ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. അറേഞ്ച് 2 PVC പൈപ്പ് ഓഫ് 1 meter in length, എ ഗ്ലാസ് പ്ലേറ്റ് ആൻഡ് അലാം ക്ലോക്ക് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. എന്താണ് ഒരു മീറ്റർ നീളമുള്ള 2 PVC പൈപ്പുകൾ എന്താണ് ഗ്ലാസ് പ്ലേറ്റ് അലാം ക്ലോക്ക് എന്നിവ ചിത്രത്തിൽ കാണുന്നത് പോലെ എന്താണ് അറേഞ്ച് ചെയ്യുക. കണ്ടോ അലാം ക്ലോക്ക് അതുപോലെ 2 PVC പൈപ്പും ഒരു ഗ്ലാസ് പ്ലേറ്റും എന്താണ് ഇതുപോലെ അറേഞ്ച് ചെയ്യുക. അഡ്ജസ്റ്റ് ദ പൈപ്പ് ബി അറ്റ് ഡിഫറെൻറ്റ് ആംഗിൾസ് ആൻഡ് ലിസൺ ടു ദ ticking sound from the clock. What could be the reason for the ticking sound being heard from the clock through the pipe B? എന്താണ് ഇവിടെ പറയുന്നത്? ബി എന്ന പൈപ്പ് ബി എന്ന ഈ പൈപ്പ് എന്താ വ്യത്യസ്ത കോണിൽ ക്രമീകരിച്ച് എന്താക്കുക ക്ലോക്കിൽ നിന്നുള്ള ടിക് ടിക് ശബ്ദം ശ്രദ്ധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലോക്കിൽ നിന്നുള്ള ടിക് ടിക് സൗണ്ട് കണ്ടോ, ഈ ക്ലോക്കിലുള്ള സൗണ്ട് എന്താണ് ശ്രദ്ധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ് ഈ ക്ലോക്കിൽ നിന്നുള്ള ശബ്ദം ബി എന്ന പൈപ്പിലൂടെ കേൾക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ
നോക്കിയാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കേൾക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താ കാരണം? ഗ്ലാസ് പ്ലേറ്റിൽ തട്ടി എന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് മൂലമാണ് എന്ത് ഈ ബി എന്ന പൈപ്പിലൂടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞത് അല്ലേ. ദ സൗണ്ട് ഈസ് കേൾഡ് ത്രൂ ദ പൈപ്പ് ബി ബിക്കോസ് സൗണ്ട് വേവ്സ് റിഫ്ലക്ട് ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ദ ഗ്ലാസ് പ്ലേറ്റ്. ഈ ഗ്ലാസ് പ്ലേറ്റിൽ തട്ടി എന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് മൂലമാണ് എന്ത് ബി എന്ന പൈപ്പിലൂടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഈ സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. നമ്മളെന്താണ് ഈ ഒരു ആരും ഇല്ലാത്ത ഏരിയ എന്തൊക്കെ നമ്മൾ കൂന്ന് പറയില്ലേ. അപ്പോൾ എന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കേട്ടില്ലേ, എക്കോ വരുന്നത് കേട്ടില്ലേ. അപ്പോൾ സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യല്ലേ. നമ്മൾ അറിയാലേ അത് എന്താണ് എക്കോ വരുന്നത് എന്താണ് റിഫ്ലക്ഷൻ ആണ് അല്ലേ. അപ്പോൾ റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ് യൂസിങ് റഫ് സർഫേസ് ഇൻസ്റ്റെഡ് ഓഫ് എ ഗ്ലാസ് പ്ലേറ്റ്. അപ്പോൾ ഗ്ലാസ് പ്ലേറ്റിന് പകരം എന്താണ് എന്തെങ്കിലും പരിപ്പുരത്ത പ്രതലങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്താക്കുക ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുക. ഡോണ്ട് യു ഫീൽ എ ഡിക്രീസ് ഇൻ ദ ലൗഡ്നെസ് ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സൗണ്ട്? വാട്ട് ഈസ് എ റീസൺ? അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. പക്ഷേ എന്താണ് ഇവിടെ ഒരു ചോദ്യം അല്ലേ, റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ റിഫ്ലക്റ്റ് ചെയ്തു വരുന്ന ശബ്ദത്തിൻ്റെ സൗണ്ട് ലൗഡ്നെസ് എന്താണ് ഓരോന്ന് നമ്മൾ എക്സ്പെരിമെന്റ് മാറ്റി മാറ്റി ചെയ്യുമ്പോൾ എന്താണ് കുറയുന്നതായി അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. റഫായിട്ടുള്ളത് വരുമ്പോൾ എന്താണ് കുറയുന്നതായി അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. എന്താ അതിന് കാരണം? സ്മൂത്ത് സർഫസസ് റിഫ്ലക്ട് സൗണ്ട് മോർ എഫക്റ്റീവ്ലി ദാൻ റഫ് സർഫസ് അല്ലേ. അപ്പം മിനുസമുള്ള ഈ സർഫേസ് ഈ റഫായിട്ടുള്ള സർഫസുകളെ അപേക്ഷിച്ച് എന്താണ് ശബ്ദത്തെ നന്നായിട്ട് എന്താക്കുന്നത് റിഫ്ലക്റ്റ് ചെയ്യില്ലേ. അപ്പൊ സ്മൂത്ത് സർഫസ് ആണ് കൂടുതൽ എന്താക്കുന്നത് റിഫ്ലക്റ്റ് ചെയ്യുന്ന സൗണ്ട് അല്ലേ. റഫിൻ്റെ ഏറ്റാലും കൂടുതൽ എന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്ന സ്മൂത്ത് സർഫസ് ആണ് അല്ലേ. റഫ് സർഫസിൻ്റെ ഏറ്റാലും കൂടുതലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഏതാണ്? സ്മൂത്ത് സർഫസ് ആണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ഈസ് യൂട്ടിലൈസ്ഡ്. നോക്കൂ ശബ്ദത്തിന്റെ ഈ റിഫ്ലക്ഷനെ ഈ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങൾ നോക്കിയേ ഏതൊക്കെയാണ്? സൗണ്ട് ബോർഡ് ഒന്നെന്താണ് സൗണ്ട് ബോർഡ് അല്ലേ. പിന്നെ ഫിഗർ 1.18 അല്ലേ ഇതെന്താണ് സൗണ്ട് ബോർഡുകളാണ് അല്ലേ. ഇതെന്താ നോക്കിയേ കേർവ്ഡ് സീലിംഗ് ഇൻ ഹാൾസ് ഫിഗർ 118B അല്ലേ. എന്താണ് അതുപോലെ ഹാളുകളിൽ വളച്ച് നിർമ്മിച്ചിരിക്കുന്ന എന്താണ് സീലിംഗുകൾ അല്ലേ. This helps to reflect sound from a source and spread it to all parts of the hall. എന്താ ഒരു സ്രോതസ്സിൽ നിന്നുണ്ടാകുന്ന ശബ്ദത്തെ പ്രതിപദിച്ച് എന്താണ് ഒരു സോഴ്സിൽ നിന്നുണ്ടാകുന്ന ശബ്ദത്തെ റിഫ്ലക്റ്റ് ചെയ്ത് ഹാളിന്റെ എല്ലാ ഭാഗത്തേക്കും എന്താണ് വ്യാപിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു അല്ലേ. അങ്ങനെ കർവ്ഡ് ആയിട്ടുള്ള സീലിങ്സ് എന്താണ് അവർ പറയുന്നത് നമ്മൾ എന്താണ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് കർവ്ഡ് ആകുമ്പോൾ എന്താണ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തേക്കും എല്ലാ ഭാഗത്തേക്കും എന്താണ് സ്പ്രെഡ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കൂ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ഇനി എന്താണ് ശബ്ദത്തിന്റെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്താ നോക്കുക. ദ ഫിഗർ ഷോസ് ഹൗ സൗണ്ട് ഫ്രം എ സോഴ്സ് റീച്ചസ് എ ലിസണർ ഇൻ എ ക്ലോസ്ഡ് ഹാൾ. എന്താണ് അടച്ചിട്ടിരിക്കുന്ന ഹാളിൽ ഒരു സോഴ്സിൽ നിന്നുണ്ടാകുന്ന ശബ്ദം ഈ എന്താണ് ഈ ലിസണറിലേക്ക് എത്തുന്ന വിധമാണ് എന്ത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അല്ലെ. ലിസണറിലേക്ക് എത്തുന്ന വിധം എന്താണ് ഇതാണ് ഇതിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഡസ് സൗണ്ട് ഫ്രം എ സോഴ്സ് ഓൾവേസ് ട്രാവൽ ഡയറക്ട്ലി ടു ദ ലിസണർ? ഈ സോഴ്സിൽ നിന്നുള്ള ശബ്ദം എല്ലായ്പ്പോഴും നേരിട്ട് മാത്രമാണോ ഈ ലിസണറിലേക്ക് എത്തുന്നത്? സോഴ്സിൽ നിന്നുള്ള ശബ്ദം എല്ലായ്പ്പോഴും നേരിട്ട് മാത്രമാണോ ഈ ലിസണറിലേക്ക് എത്തുന്നത് എന്നാണ് ചോദിച്ചത്. എന്താണ് ഈ സോഴ്സിൽ നിന്നുള്ള ശബ്ദം സ്രോതസ്സിൽ നിന്നുള്ള ശബ്ദം എല്ലായ്പ്പോഴും നേരിട്ട് മാത്രമാണോ ഈ ലിസണറിലേക്ക് എത്തുന്നത് എന്ന്. അപ്പൊ റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ്സ് ഗെറ്റ് റിഫ്ലക്റ്റഡ് അഗെയിൻ. ദിസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് അല്ലെ. അപ്പൊ ഈ റിഫ്ലക്ഷൻ ചെയ്തു വരുന്ന ശബ്ദ തരംഗങ്ങൾ അല്ലെ സൗണ്ട് വേവ് എന്താണ് വീണ്ടും റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് എന്ത് ഈ ശബ്ദത്തിന്റെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് വീണ്ടും റിഫ്ലക്റ്റ് ചെയ്യും അല്ലെ. അതായത് റിഫ്ലക്റ്റ് ചെയ്തു വരുന്ന ഈ സൗണ്ട് വേവ് വീണ്ടും എന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് എന്ത് ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് അല്ലെ. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് എന്താണ് റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ്സ് ഗെറ്റ് റിഫ്ലക്റ്റഡ് അഗെയിൻ അല്ലെ. റിഫ്ലക്റ്റ് ചെയ്യുന്ന സൗണ്ട് എന്താണ് വീണ്ടും റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് എന്ത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ അദർ ഇൻസ്റ്റൻസസ് വെൻ റിഫ്ലക്റ്റഡ് സൗണ്ട് ആർ ഹേർഡ് ഡിസ്റ്റിങ്ലി. അപ്പൊ റിഫ്ലക്റ്റ് ചെയ്തു വരുന്ന ശബ്ദങ്ങൾ വേറിട്ട് കേൾക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടോ എന്നാ ചോദിച്ചിരിക്കുന്നത്. എക്കോ അല്ലെ ടീച്ചർ ആദ്യം പറഞ്ഞ എക്കോ. Have you ever had the experience of making a loud sound at the echo point and hearing the same sound again after a while? എക്കോ പോയിന്റിൽ ഉച്ചത്തിൽ വിളിക്കുന്ന അതേ ശബ്ദം അല്പസമയത്തിന് ശേഷം വീണ്ടും കേൾക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെ. നമ്മൾ ഇവിടുന്ന് ഒച്ചിടുമ്പോൾ അവിടുന്ന് എന്താണ് ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്തു വരും അല്ലെ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോന്ന് ചോദിച്ചത്.
While speaking loudly in a closed and empty large hall and calling or clapping loudly at a distance from a great mountain, isn't it possible to hear the same sound again after a while? This is possible due to the phenomenon of echo. അല്ലെ എന്താണ്, അടച്ചിട്ടിരിക്കുന്നതും ഒളിഞ്ഞു കിടക്കുന്നതുമായ വലിയ ഹാളിനുള്ളിൽ എന്താണ് ഉച്ചത്തിൽ സംസാരിക്കുമ്പോഴും വലിയ മലകളുടെ അകലെ നിന്ന് ഉച്ചത്തിൽ വിളിക്കുകയോ കൈകൊട്ടുകയോ ചെയ്യുമ്പോഴോ എന്താണ് അല്പസമയത്തിന് ശേഷം അതേ ശബ്ദം വീണ്ടും കേൾക്കാൻ കഴിയുമല്ലോ. എന്താണ് പറയുന്നത്, അടച്ചിട്ടിരിക്കുന്നതും ഒഴിഞ്ഞു കിടക്കുന്നതുമായ വലിയ ഹാളിനുള്ളിൽ എന്താണ് ഉച്ചത്തിൽ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ വലിയ മലകളുടെ അകലെ നിന്ന് ഉച്ചത്തിൽ വിളിക്കുകയോ കൈകൊട്ടുകയോ ചെയ്യുമ്പോഴോ എന്താണ് അല്പസമയത്തിന് ശേഷം അതേ ശബ്ദം വീണ്ടും കേൾക്കാൻ കഴിയില്ലേ. അപ്പൊ എന്താണ്, ഇതിന് എക്കോ എന്ന പ്രതിഭാസം മൂലമാണ് എന്ത് ഇത് സാധ്യമാകുന്നത് അല്ലെ. ദിസ് ഇസ് പോസിബിൾ ഡ്യൂ ടു ദ ഫിനോമിന ഓഫ് എക്കോ അല്ലെ. എക്കോ എന്ന് പറഞ്ഞാൽ ഈ പ്രതിഭാസം മൂലമാണ് ഇത് റിഫ്ലക്ട് ചെയ്ത് വരുന്നത് അല്ലെ, ഈ ഇത് സാധ്യമാകുന്നത്. എക്കോ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കുക, എക്കോ ഇസ് ദ സൗണ്ട് ഹേർഡ് ആഫ്റ്റർ എ വൈൽ ഡ്യൂ ടു ദ റിഫ്ലക്ഷൻ ഓഫ് ദ ഇനീഷ്യൽ സൗണ്ട് അല്ലെ. ആദ്യ ശബ്ദം ശ്രദ്ധിച്ചതിന് ശേഷം, ആദ്യ ശബ്ദം കേട്ടതിന് ശേഷം അതേ ശബ്ദം റിഫ്ലക്റ്റ് ചെയ്ത് വീണ്ടും കേൾക്കുന്നതാണ് എന്ത് എക്കോ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അതായത് ആദ്യ ശബ്ദം നമ്മൾ കേട്ടു, അതിനുശേഷം അതേ ശബ്ദം എന്താണ് റിഫ്ലക്റ്റ് ചെയ്ത് വീണ്ടും കേൾക്കുന്നതാണ് എക്കോ എന്ന് പറയുന്നത് കേട്ടോ. വൈ ഡോണ്ട് വി ഹിയർ എക്കോ ഇൻസൈഡ് എ സ്മോൾ റൂം? എന്തുകൊണ്ടാണ് ചെറിയ മുറിക്കുള്ളിൽ ഈ എക്കോ കേൾക്കാത്തത്? എന്തുകൊണ്ടായിരിക്കും എക്കോ എന്താ കേൾക്കാത്ത ചെറിയ റൂമിനുള്ളിൽ? വാട്ട് ഷുഡ് ബി ദ മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദ ലിസണർ ടു ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഇഫ് ദ ഫസ്റ്റ് സൗണ്ട് ഈസ് ടു ബി ഹേർഡ് ഡിസ്റ്റിങ്ക്ട്ലി ആഫ്റ്റർ റിഫ്ലക്ഷൻ അല്ലെ. ചെറിയ മുറിക്കുള്ളിൽ പ്രതിധ്വനി എക്കോ കേൾക്കാത്ത കാരണം എന്താണെന്ന് ചോദിച്ചു അല്ലെ. അപ്പൊ എന്താണ്, ആദ്യ ശബ്ദം ഈ റിഫ്ലക്ഷന് ശേഷം വീണ്ടും വ്യക്തമായി കേൾക്കണമെങ്കിൽ എന്താണ് ഈ റിഫ്ലക്ഷൻ പ്ലേസ് എന്താണ് ലിസണറിൽ നിന്ന് ചുരുങ്ങിയത് എത്ര അകലത്തിൽ ആയിരിക്കണം എന്ന് നമുക്ക് നോക്കാം. The auditory experience produced by a sound persists for about 1/10 of a second. This characteristic is known as a persistence of hearing. If another sound falls on the ear during this time, it is felt as if they are heard together. എന്താണ്, ഒരു ശബ്ദം നമ്മിൽ ഉണ്ടാക്കുന്ന ഈ എന്താണ് സൗണ്ട് പെർസിസ്റ്റ് അല്ലെ, ശ്രവണാനുഭവം 1/10 സെക്കൻഡ് സമയത്തേക്ക് നിലനിൽക്കുന്നു. ഒരു ശബ്ദം നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഓഡിറ്ററി എക്സ്പീരിയൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സൗണ്ട് പെർസിസ്റ്റ് ഫോർ അബൌട്ട് 1/10 ഓഫ് എ സെക്കൻഡ് അല്ലെ. ഒരു ശബ്ദം നമ്മിൽ ഉണ്ടാക്കുന്ന ആ കേൾക്കുന്ന അനുഭവം എന്താണ് 1/10 സെക്കൻഡ് സമയത്തേക്ക് നിലനിൽക്കുന്നു അല്ലെ. ഈ പ്രത്യേകതയാണ് എന്ത് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്. ഈ സമയത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു ശബ്ദം ചെവിയിൽ പതിച്ചാൽ അവ ഒരുമിച്ച് കേൾക്കുന്ന പ്രതീതിയാണ് എന്ത് ഉണ്ടാവുക അല്ലെ. ഈ സമയത്തിനുള്ളിൽ മറ്റൊരു ശബ്ദം എന്താണ് ചെവിയിൽ പതിച്ചാൽ, ഈ ശബ്ദം കേൾക്കുന്ന സമയത്തിനുള്ളിൽ എന്താണ് മറ്റൊരു ശബ്ദം ചെവിയിൽ പതിച്ചാൽ എന്താണ് അവ ഒരുമിച്ച് കേൾക്കുന്ന പ്രതീതിയാണ് നമുക്ക് ഉണ്ടാവുക അല്ലെ. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ഹിയർ ദ എക്കോ ഡിസ്റ്റിങ്ക്ട്ലി ആഫ്റ്റർ ഹിയറിംഗ് ദ ഫസ്റ്റ് സൗണ്ട്? അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആദ്യ ശബ്ദം കേട്ടിട്ട് ചുരുങ്ങിയത് എത്ര സമയം കഴിഞ്ഞാലാണ് ഈ എക്കോ വ്യക്തമായി നമുക്ക് കേൾക്കാൻ കഴിയുക? എത്ര സമയം കഴിഞ്ഞാലാണ്? അതുപോലെ ഹൗ ഫാർ ഡസ് ദ സൗണ്ട് ട്രാവൽ ഡ്യൂറിങ് ദിസ് ടൈം? ഈ സമയം കൊണ്ട് ശബ്ദം എത്ര ദൂരം സഞ്ചരിക്കുന്നു? അപ്പൊ കൺസിഡർ ദ സ്പീഡ് ഓഫ് എ സൗണ്ട് ഇൻ എയർ ഈസ് 350 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ എയറിലുള്ള ശബ്ദവേഗം എന്താണ് സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് എത്ര? 350 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് നമുക്ക് എന്താക്കാം പരിഗണിക്കുക. അപ്പൊ ഡിസ്റ്റൻസ് ഇസിക്വൽ ടു എന്താണ് സ്പീഡ് ഇൻറ്റു ടൈം അല്ലെ. അപ്പം ഡിസ്റ്റൻസ് ഇസിക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണെന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം സ്പീഡ് 350 മീറ്റർ പെർ സെക്കൻഡ് ആണല്ലോ, ഇൻറ്റു ടൈം 1/10 അല്ലെ. അങ്ങനെ ആകുമ്പോൾ 350 മീറ്റർ പെർ സെക്കൻഡിന്റെ 1/10 സെക്കൻഡ് ഇസിക്വൽ ടു എത്രയാണ് നമുക്ക് കിട്ടുക? 35 മീറ്റർ അല്ലെ. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? 35 മീറ്റർ ആണ് അല്ലെ. അപ്പം പ്രതിധ്വനി, അതായത് ഫോർ ദ എക്കോ ടു ബി ഹേർഡ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് മസ്റ്റ് ബി അറ്റ് ലീസ്റ്റ് 17.5 മീറ്റർ എവേ, that is half of 35 meter. If the distance to the reflecting surface is more than 17.5 meter, the same sound can be heard and distinguished again. അപ്പൊ എന്താണ് എക്കോ കേൾക്കണമെങ്കിൽ അതിന്റെ എന്താണ് റിഫ്ലക്റ്റിംഗ് സർഫേസ് മസ്റ്റ് ബി അല്ലെ. അതായത് എക്കോ കേൾക്കണമെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫേസ് ചുരുങ്ങിയത് എത്ര? 35 മീറ്ററിന്റെ പകുതിയായ 17.5 മീറ്റർ അകലെ ആയിരിക്കണം അല്ലെ. അപ്പൊ എക്കോ കേൾക്കണമെങ്കിൽ എന്താണ് ഈ റിഫ്ലക്റ്റിംഗ് സർഫേസ് ചുരുങ്ങിയത് എന്താണ് 35 മീറ്ററിന്റെ പകുതി ആയ 17.5 മീറ്റർ അകലെ ആയിരിക്കണം.
അപ്പോൾ എന്താണ് ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് 17.5 മീറ്ററിൽ കൂടുതലാണെങ്കിൽ അതേ ശബ്ദം വീണ്ടും വേർതിരിച്ച് കേൾക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ 17.5 മീറ്ററിൽ കൂടുതലാണെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ശബ്ദം വേർതിരിച്ച് കേൾക്കാൻ സാധിക്കുക. ഓക്കെ, അടുത്ത നോക്കൂ, ഈ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ എക്കോ ഓഫ് എ ഫയർ ക്രാക്കർ, എന്താണ് കദീന അല്ലേ, ഈസ് heard after 1 second by the person who burst it. How far is the reflecting surface from the person hearing the echo? Speed of sound in air is 350 meter per second. അപ്പോൾ ഒരു കദീന വെടി പൊട്ടുന്നതിൻ്റെ റിഫ്ലക്ഷൻ 1 സെക്കൻഡിന് ശേഷം അത് പൊട്ടിച്ച ആൾ തന്നെ കേൾക്കുന്നു. ഈ റിഫ്ലക്ഷൻ കേൾക്കുന്ന ആളിൽ നിന്ന് എന്താണ് റിഫ്ലക്റ്റിംഗ് സർഫസ് എത്ര അകലെ ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നോക്കിയേ, അത് തന്നിട്ടുണ്ട് സ്പീഡ് ഓഫ് സൗണ്ട് എത്രയാണ് എയറിലുള്ള 350 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അപ്പം നമുക്ക് എന്താക്കാം, ലെറ്റ് ഡി ദ ഡിസ്റ്റൻസ് ടു ദ റിഫ്ലക്റ്റിംഗ് സർഫേസ്. അപ്പം ഡി എന്ന അകലം എന്താണ്, ഡി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, റിഫ്ലക്റ്റിംഗ് സർഫേസിന് ഡിസ്റ്റൻസ് ആക്കി നമുക്ക് എടുക്കാം. ഇപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സൗണ്ട് ടു ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് ആൻഡ് ബാക്ക് വിൽ ബി 2d അല്ലേ. അപ്പോൾ എന്താണ്, അപ്പം ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സൗണ്ട് ഓഫ് റിഫ്ലക്റ്റിംഗ് സർഫസിലേക്കും തിരിച്ചും ശബ്ദം സഞ്ചരിക്കുന്ന ആകെ ദൂരം എത്രയാണ്, 2d ആയിരിക്കുമല്ലോ. ഡി ആയിട്ട് നമ്മൾ എടുത്താലല്ലേ 1 സെക്കൻഡ് എന്നൂടെ പറഞ്ഞിട്ടില്ലേ, അപ്പോൾ തിരിച്ചും കൊണ്ട് എടുക്കുമ്പോൾ 2 ആവും അല്ലേ, അപ്പോൾ 2d ആവും. അപ്പോൾ സ്പീഡ് ഓഫ് എ സൗണ്ട് ഈസ് ഈക്വൽ ടു എന്താണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം അല്ലേ, സഞ്ചരിച്ച ആകെ ദൂരം ബൈ സമയം അല്ലേ. അപ്പോൾ സ്പീഡ് ഓഫ് എ സൗണ്ട് പറയുമ്പോൾ വി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് 2d അല്ലേ. അപ്പോൾ 2d ബൈ ടി അല്ലേ, ടൈം. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു എന്താ നമുക്ക് പറയാം, വെലോസിറ്റി ഇൻറ്റു സ്പീഡ് ഇൻറ്റു ടി അല്ലേ ബൈ 2 ഈസ് ഈക്വൽ ടു സ്പീഡ് എത്രയാണ് 350 ഇൻറ്റു ടി 1/2 മീറ്റർ അല്ലേ. അപ്പോൾ 175 മീറ്റർ. ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് വിൽ ബി 175 മീറ്റർ എവേ അല്ലേ. അപ്പോൾ എന്താണ് 175 മീറ്റർ അകലത്തിലായിരിക്കും ഇതിൻ്റെ ഈ റിഫ്ലക്റ്റിംഗ് സർഫേസ് എന്ന് പറയാം. ഓക്കെ, ഇനി നോക്കിയേ, ഇതോടെ തന്നിരിക്കുന്ന പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇനി അടുത്തത് എന്താണ് നമ്മളോട് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. വാട്ട് ഷുഡ് ബി ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് ടു ഹിയർ ദ എക്കോ ഇൻ വാട്ടർ? കൺസിഡർ ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ ആസ് 1480 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ ആകുമ്പോൾ ജലത്തിനുള്ളിൽ വെള്ളത്തിൽ വെച്ച് നമുക്ക് റിഫ്ലക്ഷൻ കേൾക്കണമെങ്കിൽ അതിൻ്റെ സോഴ്സും അതുപോലെ എന്താണ് ഈ റിഫ്ലക്റ്റിംഗ് സർഫേസും തമ്മിൽ ചുരുങ്ങിയത് എത്ര അകലം ഉണ്ടായിരിക്കണം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെള്ളത്തിലെ കൺസിഡർ ദ സ്പീഡ് ഓഫ് സൗണ്ട് ഓഫ് വാട്ടർ, വെള്ളത്തിലെ സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് 1480 മീറ്റർ പെർ സെക്കൻഡ് ആക്കി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എന്താണ് എത്ര അകലം, എത്ര ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം എന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ സോഴ്സും അതുപോലെ എന്താണ് റിഫ്ലക്റ്റിംഗ് സർഫേസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചത്. എത്രയായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കറിയാം എന്താ എക്കോ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മിനിമം സമയം എന്ന് പറയുന്നത് എത്രയാണ്, 0.1 സെക്കൻഡ്. അത് പഠിക്കണം കേട്ടോ. അപ്പോൾ എക്കോ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മിനിമം സമയം എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈം ഈസ് ഈക്വൽ ടു എന്താണ് 0.1 സെക്കൻഡ് അല്ലേ. ഇനി എന്താ, അപ്പോൾ നമുക്ക് സ്പീഡ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. സ്പീഡ് ഓഫ് സൗണ്ട് എത്രയാണ് 1480 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അത് നമുക്ക് എന്താക്കുക ഇവിടെ എഴുതുക കേട്ടോ. അപ്പോൾ വി ഈസ് ഈക്വൽ ടു എത്രയാണ്, വി ഈസ് ഈക്വൽ ടു 1480 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. തന്നതൊക്കെ ആദ്യം എടുത്തെഴുതുക അല്ലേ. ഇനി എന്താണ് നമുക്ക് കാണേണ്ടത്, അപ്പം നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താണ്, വി ഈസ് ഈക്വൽ ടു 2d ബൈ ടി അല്ലേ. അതെന്താക്കുക നമുക്ക് ഇവിടെ എഴുതുക അല്ലേ, വി ഈസ് ഈക്വൽ ടു 2d ബൈ ടി. അപ്പം വി ഈസ് ഈക്വൽ ടു 2d ബൈ ടി ആണല്ലോ അല്ലേ. അപ്പം നമുക്ക് എന്താ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, ഡി ആണ്, ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, മിനിമം ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന്ന് എന്താക്കുക, ഡി വേർതിരിച്ചെടുക്കണം അല്ലേ. അപ്പോൾ ഡി തിരിക്കുമ്പോൾ എന്താണ് നമുക്ക് 2d ബൈ ടി ഈസ് ഈക്വൽ ടു വി എന്ന് എഴുതുക. പിന്നെ എന്താണ് ഈ ടീനെ ഡിവൈഡഡ് ബൈ ടീനെ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്ന് എന്തായി, വി ഡിവൈഡ് ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു ആവും അല്ലേ. അപ്പോൾ വി ഇൻറ്റു ടി ആവും. പിന്നെ ഡി ഈസ് ഈക്വൽ ടു എന്താണ് വി ഇൻറ്റു ടി, പിന്നെ 2 ഇൻറ്റു ഡി അല്ലേ. 2 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ ഇൻറ്റു ആണ്, ഇൻറ്റു ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും ഡിവൈഡ് ആവും അല്ലേ. അപ്പോൾ വി ഇൻറ്റു ടി ബൈ 2 അല്ലേ. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ഡി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ അല്ലേ, ബൈ എന്താണ് വി ഇൻറ്റു ടി ബൈ 2 അല്ലേ, ഇങ്ങനെ വരും. ഓക്കെ, വി ഇൻറ്റു ടി ബൈ 2 ഇസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ ഇതാ വി എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്, വി ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ 1480 അല്ലേ. 1480
480 അല്ലേ 1418 ഇൻറ്റു പിന്നെ ടി എത്രയാണ് 0.1 ആണ് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ 0.1 ബൈ അല്ലേ ബൈ എന്താണ് 0.1/2 എന്താണ് 2 അല്ലേ ഓക്കെ ദെൻ ഇനി എന്താണ് 1480 ഇൻറ്റു 0.1 എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പോയിന്റ് ഒഴിവാക്കിയിട്ട് ആദ്യം ഇൻറ്റു ചെയ്യുക അല്ലേ എന്നിട്ട് എന്താക്കുക അപ്പോൾ 1480 ഇൻറ്റു 1 ചെയ്യുക അപ്പോൾ 1480 തന്നെ അല്ലേ എന്നിട്ട് എന്താക്കുക പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട് നോക്കുക 1 അല്ലേ അപ്പോൾ എന്താക്കുക ആ നമ്പറിൻ്റെ ഇപ്പുറത്ത് നിന്ന് ഇവിടുന്ന് കിട്ടുന്നുണ്ട് 1 അല്ലേ അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇവിടെ കുത്തി കൊടുക്കുക അല്ലേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 148 എന്ന് കിട്ടും അല്ലേ അപ്പോൾ 148/2 എന്ന് എഴുതുക ഇസ് ഈക്വൽ ടു എന്താണ് ഈക്വൽ ടു 148/2 ഓക്കെ 148/2 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും 148 ഡിവൈഡഡ് ബൈ 2 എത്രയാണ് 74 അല്ലേ അപ്പോൾ 74 എന്താണ് മീറ്റർ അല്ലേ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മീറ്റർ ആണ് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 74 മീറ്റർ എന്ന് കിട്ടും അല്ലേ ഓക്കെ ദെൻ അപ്പം എന്താണ് വെള്ളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് സോഴ്സും റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് 74 മീറ്റർ ആണ് കേട്ടോ അത് പഠിച്ചു വെക്കണേ വെള്ളത്തിൽ എന്താണ് വെള്ളത്തിലാണെങ്കിൽ എന്താണ് ഈ സോഴ്സും അതുപോലെ റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് 74 മീറ്റർ ആണ് കേട്ടോ അതുപോലെ കരയിലുള്ളതോ 17.5 അല്ലേ 17.5 മീറ്റർ ആണെന്ത് ഈ കരയിൽ നിന്നുള്ളതാണെങ്കിൽ വെള്ളത്തിലാണെങ്കിൽ എത്രയാണ് 74 മീറ്റർ അതാണിത് മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കൂ എന്താണ് അടുത്ത ഭാഗം ടീച്ചർ എന്താണ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു